നമസ്കാരം സുഹൃത്തുക്കളെ. कभी उससे बात करता हूं नरेंद्र मोदी से, फोन लगाता हूं, तो जब नरेंद्र मोदी फोन उठाते हैं तो मुझे कहते हैं यस सर, यस सर. हिंदुस्तान का प्रधानमंत्री, देखो यस सर, मैं आपके लिए क्या कर सकता. പ്രധാനമന്ത്രിയെ ഞാൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഞാൻ പേരാണ് വിളിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നെ സാർ എന്നാണ് വിളിക്കുന്നത്. ഒരു മനുഷ്യൻ നിന്ന് എന്തോ വലിയ കാര്യമാണ്, അഭിമാനമാണെന്ന തരത്തിൽ പറഞ്ഞു വെച്ച കാര്യമാണ് നിങ്ങൾ കണ്ടത്. ഇത് കേട്ടിട്ട് കൈയടിക്കുന്നുണ്ട് അടിമ കൊങ്ങികൾ. ഇനി യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി പറയുന്നു, ഇടയ്ക്ക് ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം യെസ് സാർ, പറയൂ സാർ എന്നാണ് അത്രേ പറയുന്നതെന്ന്. നരേന്ദ്രമോദിയെപ്പറ്റി മറ്റേതെങ്കിലും ശത്രുക്കൾ പോലും ഇങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം എല്ലാവരും ജി കൂട്ടിയാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഞാനാണ് അദ്ദേഹത്തിന് വിളിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം എന്നോടാണ് സംസാരിക്കുന്നതെങ്കിൽ ജി കൂട്ടിയാണ്. അത് നിങ്ങളോടാണെങ്കിലും അങ്ങനെയാണ്. അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണ്. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ജി കൂട്ടിയാണ് അവർ സംബോധന ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണ്. രാഹുൽ ജി എന്ന് വിളിച്ചതിനെ ഈ പപ്പു രാഹുൽ സാർ എന്ന് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ആലോചിച്ച് ചോദിക്കുക, അയാളുടെ മാനസിക അവസ്ഥയാണ്, മാനസിക നിലവാരമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. കേട്ടോ, അയാൾ സ്വയം അങ്ങ് അഭിമാനിച്ച് പറയുകയാണ്, ഞാൻ പക്ഷേ മോദി എന്ന് പേരെ വിളിക്കാറുള്ളെന്ന്. അദ്ദേഹം എന്നോട് ചോദിക്കും, പറയൂ സാർ, എന്താണ് സാർ, എന്താണ് ആവശ്യം, ഞാൻ ചെയ്തു തരാം, അത് നടത്തിത്തരാം എന്ന് അദ്ദേഹം എന്നോട് പറയാറുണ്ട്. പക്ഷേ ഞാൻ തിരിച്ച് മോദി എന്നേ പറയാറുള്ളൂ, സംബോധന ചെയ്യാറുള്ളൂ. ദയവായിട്ട് ഇത് കേൾക്കുന്ന കോൺഗ്രസ്സുകാരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം ഇയാളുടെ മാനസിക നിലവാരം. ഇയാൾക്ക് 30 വയസ്സല്ല 40 വയസ്സല്ല എന്നോർക്കണം. 56 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സിലേക്ക്, അതായത് ഷഷ്ടി പൂർത്തിയാവാൻ പോകുന്ന മനുഷ്യനാണ് അയാളാണ് ഇത്ര നിലവാരമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇയാളുടെ വിചാരം എന്താ? ഇയാൾ പ്രധാനമന്ത്രിയേക്കാൾ വലിയ ആളായി എന്നാണോ ഇയാൾ സ്വയം ധരിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ കൈയടിക്കുന്ന ആ അടിമകളുടെ മാനസികാവസ്ഥ കൂടി പഠന വിധേയമാക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇതിനകത്തെ ആ വൃത്തികേട് അശ്ലീലമായിട്ട് തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് എന്തോ കാരണം കൊണ്ട് രാഹുൽ ഗാന്ധിയോട് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ വിധേയത്വമാണ്. ആ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്ത് നിങ്ങൾ രാജീവ് ചന്ദ്രശേഖറെ ഒന്ന് കാണുക. ഇനി നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് നിങ്ങൾ വി ഡി സതീശനെ ഒന്ന് കാണുക. എന്നിട്ട് ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രസംഗത്തിൽ പറയുന്നു, ഞാനിടയ്ക്ക് വി ഡി സതീശനെ വിളിക്കാറുണ്ട്. അപ്പോൾ വി ഡി സതീശൻ എന്നോട് രാജീവ് സാർ, പറയൂ സാർ, എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇങ്ങനെ എന്നോട് ചോദിക്കുമെന്നും, എന്നാൽ ഞാൻ തിരിച്ച് സതീശ ഒന്നുമില്ല എന്ന തരത്തിലാണ് പറയുന്നതും എന്ന് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞാൽ ഒരൊറ്റ BJP-കാരൻ പോലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ കാണില്ല. അറിയാമോ? കാരണം അദ്ദേഹത്തിൻ്റെ സംസ്കാരമില്ലായ്മയാണ്. അത് ശരിയല്ല എന്ന് പറയാൻ ഒരുപാട് ആളുകൾ കാണും. അത് ഈ സമൂഹത്തിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും. പക്ഷേ ഇവിടെ കേവലം ഒരു MP അല്ലെങ്കിൽ 99 സീറ്റിൻ്റെ ബലത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഒരാൾ, ഞാനിടയ്ക്ക് പ്രധാനമന്ത്രിയെ വിളിക്കാറുണ്ട്, അദ്ദേഹം എന്നെ രാഹുൽ സാർ, അത് തന്നെ കള്ളമാണ്. രാഹുൽ ജി എന്നാണ് വിളിക്കാറ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ അദ്ദേഹം ജി കൂട്ടിയാണ് വിളിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ ഗുജറാത്തി ആയിട്ടുള്ള ആ മനുഷ്യൻ ഇങ്ങനെ ഇന്ത്യക്കാരോട് സംസാരിക്കുമ്പോൾ ഒന്ന് ഇംഗ്ലീഷ് പറയില്ല. ഇനി ഇയാൾ സ്വയം സായിപ്പാണെന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണെന്ന് അറിയില്ല ഈ രാഹുൽ ഗാന്ധി. എന്തായാലും അയാൾ ആശ്വസിക്കുന്നുണ്ട്. ഇനി അതുകൊണ്ട് ഇയാളെ നമ്മൾ പ്രധാനമന്ത്രി ആക്കണമെന്നോ മറ്റോ ആണോ ഇയാൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ടായിരിക്കാം മുന്നിലുള്ള അടിമകൾ കടന്ന് കൈയടിക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും ഈ കോൺഗ്രസ്സുകാരോട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു അപേക്ഷ, ദയവ് ചെയ്ത് ഈ പപ്പുവിനെ നിങ്ങൾ നരേന്ദ്രമോദിയായിട്ട് താരതമ്യപ്പെടുത്തരുത്. അദ്ദേഹത്തിന് ഇയാൾ ഒരു ഇരയൊന്നുമല്ല. വേണമെങ്കിൽ ആസാമിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തിക്കൊള്ളൂ. എന്നാലും പുള്ളിക്ക് പോലും ഇയാൾ ഒരു ഇരയല്ല. അതിൻ്റെ കാരണം വേറൊന്നുകൂടെ ഉണ്ട്, അത് നിങ്ങൾ ചിന്തിക്കണം. അണ്ണാക്കി കോലിട്ട് കുത്തിയാൽ പോലും തിരിച്ചൊന്നും പറയാത്ത മനുഷ്യനാണ് മൻമോഹൻ സിംഗ്. അയാളുടെ കാലത്ത് പോലും കോൺഗ്രസ് 100-ൽ താഴെ സീറ്റിലേക്ക് പോയിട്ടേ ഇല്ല. അയാളുടെ ആ കാലത്ത് പോലും 100-ന് മുകളിലായിരുന്നു കോൺഗ്രസിൻ്റെ സീറ്റ്. ഇവിടെ 3 തവണ മുക്കറയിട്ടിട്ട് പോലും രാഹുൽ ഗാന്ധിക്ക് 100-ന് മുകളിലേക്ക് കയറ്റാൻ ഈ അവസാനം 99 സീറ്റാണ് കിട്ടിയത്. അതിന് മുമ്പ് 54, അതിന് മുമ്പ് 46. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ. ഇയാളെയൊക്കെ വെച്ചുകൊണ്ട് ഒരിക്കലും നരേന്ദ്രമോദിയുടെ തണ്ടിയാണ്, തരമാണ്, അദ്ദേഹത്തിന് ഇരയാണ് എന്ന് നിങ്ങൾ കണക്ക് കൂട്ടല്ലേ. ഉത്തരേന്ത്യക്കാരോട് നമ്മൾ ഒരുപാട് നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ മരപ്പാടിനെ അധികാരത്തിൻ്റെ ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് യഥാർത്ഥത്തിൽ വിവേകം കാണിച്ചത്. അവരോട് നമ്മൾ പോലും നന്ദിയുള്ളവരായിരിക്കണം.